ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ബോൾട്ട്സ്മാൻ എൻട്രോപ്പി റിലേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ബോൾട്ട്സ്മാൻസ് എൻട്രോപ്പി റിലേഷൻ. ഓക്കെ, സോ ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോൺസെപ്റ്റ് ഓഫ് എൻസെംബിളാണ്. The concept of ensemble. Okay. So, നമ്മൾ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഒരു മാക്രോ സ്റ്റേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് പോസിബിളാണ്. ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് പോസിബിളാണ്. സിസ്റ്റം അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വളരെ ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു പ്രാക്ടിക്കൽ സിസ്റ്റമായിട്ട് നമ്മൾ ഐഡിയൽ ഗ്യാസിൻ്റെ കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ, ഒരു 1 mol ഐഡിയൽ ഗ്യാസിൻ്റെ കണ്ടെയ്നർ എടുക്കുകയാണെങ്കിൽ സിസ്റ്റം ഒരു സെക്കൻഡിൽ 10⁻32 ടൈംസ് അതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഫാസ്റ്റായിട്ടാണ് സിസ്റ്റം മൈക്രോ സ്റ്റേറ്റുകളെ ചേഞ്ച് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റിലേക്ക് പോകുന്നു എന്ന് വയ്ക്കുക. അതായത് ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു മെഷർമെൻറ്റിലേക്ക് പോകുന്നു എന്ന് വയ്ക്കുക. സപ്പോസ് നമ്മളൊരു തെർമോമീറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്ന് വയ്ക്കുക. എനി കൈൻഡ് ഓഫ് മെഷർമെൻറ്റ്. അങ്ങനെ ഒരു മെഷർമെൻറ്റിലേക്ക് പോകുമ്പോൾ ഒരു തെർമോമീറ്ററിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റവും തെർമോമീറ്ററും കൂടി ഇൻറ്ററാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. ഓക്കെ, ആ സമയം കൊണ്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് ഈ പ്രോബ് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമുക്ക് പ്രോബ് എന്ന് പറയാം. അപ്പോൾ ഈ പ്രോബും സിസ്റ്റവും കൂടി ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിനെ പറ്റി അല്ലെങ്കിൽ ആ പാരാമീറ്ററിനെ പറ്റിയുള്ളൊരു ഇൻഫർമേഷൻ ആ പ്രോബിന് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സിസ്റ്റവും പ്രോബും കൂടി ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയമെടുക്കും. അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ആണെങ്കിലും കുറച്ച് സമയമെടുക്കും. ബട്ട് സിസ്റ്റം മൈക്രോ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ്. മാത്രമല്ല സിസ്റ്റം പ്രോബ് ഇവ പരസ്പരം ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ സിസ്റ്റം മിക്കവാറും അതിന് പോസിബിളായിട്ടുള്ള സ്റ്റേറ്റുകളിലൂടെ എല്ലാം പാസ് ചെയ്ത് പോയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മളൊരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി ഈ സ്റ്റേറ്റുകളിലെല്ലാം കൂടിയുള്ളൊരു ടൈം ആവറേജിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഒരു പർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റീഡിങ് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. ഇൻസ്റ്റെഡ് മെഷർമെൻറ്റിൽ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു ടൈം ആവറേജിൻ്റെ വാല്യൂ ആയിരിക്കും. ടൈം ആവറേജിൻ്റെ വാല്യൂ ഓവർ all possible states. ഓക്കെ, അതായിരിക്കും നമുക്കെപ്പോഴും മെഷർമെൻറ്റിൽ നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ടൈം ആവറേജ് വാല്യൂ ഓവറോൾ പോസിബിൾ സ്റ്റേറ്റ്സ്. ഓക്കെ, അതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പോസിബിളായിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളെയും കൺസിഡർ ചെയ്യുകയും ആദ്യമേ തന്നെ കൺസിഡർ ചെയ്യുക. ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പോസിബിളായിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളെയും നമ്മൾ കൺസിഡർ ചെയ്യുകയും ആ പോസിബിൾ സ്റ്റേറ്റുകളിൽ ഒരു പ്രോബബിലിസ്റ്റിക് ആവറേജിങ് നടത്തുകയും ഓരോ സിസ്റ്റത്തിനെയും അല്ലെങ്കിൽ ഓരോ മൈക്രോ സ്റ്റേറ്റുകളുടെയും
പ്രോബബിലിറ്റി ഓഫ് ഹാപ്പനിങ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു പ്രോബബിലിസ്റ്റിക് ആവറേജ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരു വെയ്റ്റഡ് ആവറേജ് എന്നാണ് പറയുക. ഇനി ഒരു പ്രോബബിലിസ്റ്റിക് ആവറേജിങ് നടത്തുകയും നമുക്ക് ഈ രണ്ട് റിസൾട്ടുകളും സെയിം ആണെന്ന് കാണിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ സിസ്റ്റം ആ ഒരു ടൈമിനുള്ളിൽ എല്ലാ സ്റ്റേറ്റുകളിലൂടെയും പാസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ടൈം ആവറേജിൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ദിസ് ടൈം ആവറേജിങ്, ജസ്റ്റ് കൺസിഡർ all the possible states and do a probabilistic average. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെഷർമെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് ആൻ എക്സ്പെരിമെൻറ്റ് വി ക്യാൻ പ്രെഡിക്റ്റ് ദി ഔട്ട്പുട്ട് എന്താണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് സ്ട്രാറ്റജി. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ പോസിബിളായിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളെയും കൺസിഡർ ചെയ്യുകയും അതിലൊരു വെയ്റ്റഡ് ആവറേജ് കൊടുക്കുകയും വേണം. അതെങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് പോകുന്ന ചാപ്റ്ററുകളിലെല്ലാം ഡിസ്കഷൻസിലെല്ലാം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോസിബിളായിട്ടുള്ള സ്റ്റേറ്റുകളെയും കൺസിഡർ ചെയ്യണം. അങ്ങനെ നമ്മൾ ആ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ സ്റ്റേറ്റ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരും. ആ കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ സ്റ്റേറ്റുകളെ വിളിക്കുന്ന പേരാണ് എൻസം. കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ സ്റ്റേറ്റ്സ്, that is called എൻസം. Collection of all possible states, that is called എൻസം. ഓക്കെ, സി നമ്മൾ 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിസ്റ്റംസ് ആണ് നമുക്ക് വരുന്നത്. തെർമോഡൈനാമിക് സിസ്റ്റംസിനെ നോർമലി 3ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ എൻസംബിളും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് വേരിയബിൾസും ഡിഫറെൻ്റ് തന്നെയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഐസൊലേറ്റഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഐസൊലേറ്റഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വോളിയം ഓഫ് ദി കണ്ടെയ്നർ ആൻഡ് ടോട്ടൽ എനർജി ഇത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസൊലേറ്റഡ് സിസ്റ്റം ആകുമ്പോൾ എനർജി സറൗണ്ടിങ്സുമായിട്ട് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ NVE എന്ന് പറയുന്ന വേരിയബിൾസിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതിന് നമ്മൾ വിളിക്കുന്നത് അസോസിയേറ്റഡ് എൻസംബിളിനെ വിളിക്കുന്നത് മൈക്രോ കനോണിക്കൽ എൻസംബിൾ എന്നാണ് വിളിക്കുക. മൈക്രോ കനോണിക്കൽ എൻസംബിൾ. ഇനി നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ് വരുന്നതെങ്കിൽ ആ ക്ലോസ്ഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കില്ല, ബട്ട് എനർജി എക്സ്ചേഞ്ച് പോസിബിൾ ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വോളിയം, എനർജി എക്സ്ചേഞ്ച് പോസിബിൾ ആണെങ്കിൽ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റ് പാരാമീറ്റർ ആയിട്ട് നിൽക്കും. സോ NVT ആർ ദി വേരിയബിൾസ്. ഇവിടെ നമ്മൾ എൻസംബിളിനെ വിളിക്കുന്നത് കനോണിക്കൽ എൻസംബിൾ. Canonical ensemble. And the last one is open system. Okay, ഇവിടെ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾ എക്സ്ചേഞ്ചും പോസിബിൾ ആണ്, അതുപോലെ തന്നെ എനർജി എക്സ്ചേഞ്ചും പോസിബിൾ ആണ്. അപ്പോൾ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ വരുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കില്ല. ബട്ട് ഇക്വിലിബ്രിയത്തിൽ ഒരു ഇക്വിലിബ്രിയം ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അവിടെ പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കുന്ന സിസ്റ്റങ്ങളിൽ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ കെമിക്കൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇപ്പോൾ എനർജി എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത്
സിസ്റ്റവും സറൗണ്ടിങ്സും ഇക്വിലിബ്രിയത്തിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് പറയുന്നത് പോലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലൊരു വേരിയബിൾ കെമിക്കൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് Vt, okay, these are the variables and it is called grand canonical ensemble. Okay, so ഓരോ സിസ്റ്റവും കറസ്പോണ്ടിങ് എൻസെമ്പിൾസും കറസ്പോണ്ടിങ് വേരിയബിൾസും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് അപ്പിയർ ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. വേരിയബിൾസുകളെ ശ്രദ്ധിച്ചുള്ള നമ്മൾ ആദ്യ എക്സാമ്പിളായിട്ട് എടുക്കുന്നത് മൈക്രോ കനോണിക്കൽ എൻസെമ്പിളാണ്. ആദ്യത്തെ എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഈ മൈക്രോ കനോണിക്കൽ എൻസെമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ സെമി ക്ലാസിക്കൽ അപ്രോച്ച് ടു ഫേസ് സ്പേസ്. Phase space. ഓക്കെ, നമ്മൾ മൈക്രോ സ്റ്റേറ്റുകളുടെ റെപ്രസെൻറ്റേഷൻസ് പറഞ്ഞപ്പോൾ ഇങ്ങനെ മെൻഷൻ ചെയ്തിരുന്നു. ക്ലാസിക്കൽ റെപ്രസെൻറ്റേഷൻ പോസിബിളാണ്, ക്വാണ്ടം മെക്കാനിക്കൽ റെപ്രസെൻറ്റേഷൻസും പോസിബിളാണ്. അതിൽ ക്ലാസിക്കൽ റെപ്രസെൻറ്റേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ ക്ലാസിക്കൽ ഫിസിക്സ് മൈക്രോസ്റ്റേറ്റ് ഈസ് റെപ്രസെൻറ്റഡ്. മൈക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൈനാമിക്കൽ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് പൊസിഷനും മൊമെൻറ്റവും വെച്ചിട്ടാണ്. അപ്പോൾ ഫേസ് സ്പേസ് എന്നൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞത് എവരി പോയിന്റ് ഇൻ ഫേസ് സ്പേസ് മേ റെപ്രസെൻ്റ് എ മൈക്രോസ്റ്റേറ്റ്. അങ്ങനെ ഒരു കൺക്ലൂഷനായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. എവരി പോയിന്റ് ഇൻ ഫേസ് സ്പേസ് മേ റെപ്രസെൻ്റ് എ മൈക്രോസ്റ്റേറ്റ്. കാരണം ഫേസ് സ്പേസിൽ ഏതൊരു പോയിന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പൊസിഷൻ കോർഡിനേറ്റുകളും ഉണ്ടാവും, മൊമെൻറ്റം കോർഡിനേറ്റുകളും ഉണ്ടാവും. സോ എനി പോയിന്റ് മേ റെപ്രസെൻ്റ് എ മൈക്രോസ്റ്റേറ്റ്. അതിനുശേഷം ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ നോക്കി. ഫേസ് സ്പേസിൽ ഒരു 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ ഫേസ് സ്പേസിൽ ഒരു എലിപ്റ്റിക്കൽ ട്രാജക്ടറി തരും. അപ്പോൾ തന്നെ ഒരു കണ്ടിന്യൂസ് പാത്താണ് നമ്മൾ കണ്ടത്. അതിൽ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് പോയിന്റ്സ് ഇൻ എ സെഗ്മെൻറ്റ് കനോട്ട് ബി മെഷറബിൾ, കൗണ്ടബിൾ. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ക്ലാസിക്കൽ അപ്രോച്ചിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു കാര്യത്തിൻ്റെ ഒരു സെമി ക്ലാസിക്കൽ അപ്രോച്ചാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഉദ്ദേശം ഇതാണ്. നമ്മൾ ഫേസ് സ്പേസിനെ സംബന്ധിച്ച് പൊസിഷൻ കോർഡിനേറ്റും മൊമെൻറ്റം കോർഡിനേറ്റും അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് എന്താണ് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ചുള്ള പൊസിഷൻ കോർഡിനേറ്റും മൊമെൻറ്റം കോർഡിനേറ്റും എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് ഈ ക്ലാസിക്കൽ ഫിസിക്സ് തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹെവി ബോഡി പ്രോബ്ലംസുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഫിസിക്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനെ പറ്റിയാണ്. അറ്റോമിക് പാർട്ടിക്കിൾസ്, ആറ്റംസ്, മോളിക്യൂൾസ്, ആ ഒരു ലെവലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലേക്ക് പോകുന്തോറും ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഈസ് വാലിഡ്. Heisenberg's uncertainty principle is valid. Which means we cannot determine the position and the momentum
position coordinate and momentum coordinate of a particle simultaneously with 100% accuracy. Okay, so definitely there is uncertainty in the measurement of, in the simultaneous measurement of position and momentum coordinate of an object, of a particle. And delta Q and delta P are the uncertainties. Uncertainties mathematically represent standard deviation. So delta Q and delta P are the uncertainties in the position and the momentum coordinates. Then their product will be at least of the order of h. Actually, uncertainty principle എഴുതുമ്പോൾ ഡെൽറ്റ ക്യൂ ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ബട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ആ പ്രോഡക്റ്റ് ഡെൽറ്റ ക്യൂ ഡെൽറ്റ പി നിയർലി എച്ച് എന്നാണ് എടുക്കുന്നത്. അതിനുള്ള റീസൺ തെർമോഡൈനാമിക് റിസൾട്ടുകൾ എക്സാക്ട്ലി കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് എച്ച് ബൈ 4πയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ ഈസ് സം എറർ. ഓക്കെ, അപ്പോൾ അതൊന്ന് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഡെൽറ്റ ക്യൂ ഡെൽറ്റ പി നിയർലി എച്ച് എന്നുള്ള രീതിയിൽ പ്രൊസീഡ് ചെയ്യുന്നത്. സോ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അറ്റോമിക് ലെവലിൽ അല്ലെങ്കിൽ മൈക്രോ വേൾഡിൽ വാലിഡാണ്. സോ ഇനി അപ്പോൾ മൈക്രോ വേൾഡിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ ഫേസ് സ്പേസ് ട്രാജക്ടറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു പോയിന്റ് ഒരു ഇൻസ്റ്റൻറ്റിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് പോയിന്റ് റെപ്രസെൻറ്റ് ദി പൊസിഷൻ ആൻഡ് മൊമെൻറ്റം അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, വിച്ച് മീൻസ് എ സിംഗിൾ പോയിന്റ് ഇൻ ഫേസ് സ്പേസ് has a 100% accuracy for position and momentum coordinate. It is not possible in micro world. Definitely there is uncertainties in the measurement. Anyway, product of uncertainties എന്ന് പറയുന്നത് നിയർലി എച്ച് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പോയിന്റ് ഇൻ ഫേസ് സ്പേസ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിവൈഡ് ദ ഫേസ് സ്പേസ് ഇൻ ടു ഏരിയ എലമെൻറ്റ്സ് ഓഫ് ദി ഓർഡർ ഓഫ് എച്ച്, വിച്ച് മീൻസ് ഈ ഫേസ് സ്പേസിനെ നിങ്ങൾ ചെറിയ ചെറിയ ഏരിയ എലമെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇത്തരത്തിൽ ചെറിയ ചെറിയ ഏരിയ എലമെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ആ സ്പേസ് മുഴുവനും അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഏരിയ എലമെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അതിലൊരു പീസ് ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ആ പീസിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു നോക്കിയാൽ. ഓക്കെ, ദെൻ ദിസ് ഈസ് ഡെൽറ്റ ക്യൂ ആൻഡ് ദിസ് ഈസ് ഡെൽറ്റ പി. ഓക്കെ, ദെൻ ആൻ ഏരിയ, ആ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ പി നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഏരിയ ആയിരിക്കും. ആ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ പി ആയതുകൊണ്ട് തന്നെ ആ ഏരിയ എന്ന് പറയുന്നത് എച്ച് ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, സോ ആൻ ഏരിയ ഇൻ ദി ഫേസ് സ്പേസ് ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് റെപ്രസെൻറ്റ് എ മൈക്രോ സ്റ്റേറ്റ്. സോ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ പോയിന്റ് ഇൻ ഫേസ് സ്പേസ് ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് പോയിന്റ്, ഇറ്റ് മേ റെപ്രസെൻറ്റ് എ മൈക്രോ സ്റ്റേറ്റ് എന്നായിരുന്നു. അത് നമ്മളിനി മാറ്റുന്നു, ആൻ ഏരിയ ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് മേ റെപ്രസെൻറ്റ് എ മൈക്രോ സ്റ്റേറ്റ് എന്നാക്കുന്നു. ആൻ ഏരിയ ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് മേ റെപ്രസെൻറ്റ് എ മൈക്രോ സ്റ്റേറ്റ്. ഓക്കെ, സി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ് സ്പേസിലേക്ക്
ഓക്കെ, നമ്മൾ ഫേസ് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞൊരു പ്രശ്നം, നമുക്ക് മൈക്രോ സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നമായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്, റൈറ്റ്? മൈക്രോ സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. ആ പ്രശ്നം നമുക്കിപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ആൻ ഏരിയ ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് മേ റെപ്രസെൻറ്റ് മൈക്രോ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരു ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു എലിപ്റ്റിക്കൽ ട്രാജക്ടറി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ ട്രാജക്ടറി എൻക്ലോസ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ടാകും. ആ ഏരിയയെ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ ട്രാജക്ടറി എൻക്ലോസ് ചെയ്യുന്ന ഏരിയയെ ഒരു സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദി number of states. Okay, so the number of states is calculated in this way: omega, that is number of microstates, that's equals area in general volume enclosed by the trajectory divided by area or volume, that is a general word representing a state. Representing a state. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ in actual practice, which means in the case of phase space analysis, we cannot calculate or we cannot count number of microstates, but in the semi-classical approach we can count the number of states. Okay, so ഇതിൽ ഒന്ന് രണ്ട് പോയിന്റ്സിൽ കൂടി നിങ്ങളൊന്ന് ഓർക്കുക. നമ്മൾ വൺ പാർട്ടിക്കിൾ ആണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ വൺ ഡയമെൻഷൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ടു ഡയമെൻഷനിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഏരിയ റെപ്രസെൻറ്റിങ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എച്ച് ആയിരിക്കും. ഏരിയ റെപ്രസെൻറ്റിങ് എ സ്റ്റേറ്റ്, ദാറ്റ് വിൽ ബി എച്ച്. ബട്ട് ആ വൺ പാർട്ടിക്കിൾ തന്നെ നിങ്ങൾ ടു ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഫേസ് സ്പേസ് പറയുന്ന സമയത്ത് ആ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് ഫോർ ഡയമെൻഷനിലായിരിക്കും. കാരണം രണ്ട് പൊസിഷൻ കോർഡിനേറ്റ് വരും, രണ്ട് മൊമെൻറ്റം കോർഡിനേറ്റ് വരും. അപ്പോൾ ഫേസ് സ്പേസ് വിൽ ബി ഫോർ ഡയമെൻഷണൽ. അവിടെ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എഴുതുകയാണെങ്കിൽ ഡെൽറ്റ എക്സ്, ഡെൽറ്റ പി എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ പി വൈ, 4 വേരിയബിൾസിൻ്റെയും അൺസർട്ടനിറ്റീസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഡെൽറ്റ എക്സ്, ഡെൽറ്റ പി എക്സ് എന്ന് പറയുമ്പോൾ അതാണ് കനോണിക്കലി കോൺജുഗേറ്റ് പെയറുകൾ. വൈയും പി വൈയും ആണ് അടുത്ത പെയറുകൾ. സോ ദിസ് പ്രോഡക്റ്റ് വിൽ ഗിവ് യു എച്ച് സ്ക്വയർ. ദിസ് പ്രോഡക്റ്റ് വിൽ ഗിവ് യു എച്ച് സ്ക്വയർ. അതുകൊണ്ട് തന്നെ വൺ പാർട്ടിക്കിൾ ഇൻ ടു ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആൻ വോളിയം, ടു ഡയമെൻഷൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ ജനറലി വോളിയം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അങ്ങനെ എഴുതിയത്. ആൻ വോളിയം ഓഫ് ദി ഓർഡർ ഓഫ് എച്ച് സ്ക്വയർ റെപ്രസെൻ്റ് എ മൈക്രോസ്റ്റേറ്റ് എന്ന് പറയും. അപ്പോൾ ഇത് ആക്ച്വലി ഡെൽറ്റ എക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ ക്യൂ വൺ, ഡെൽറ്റ പി വൺ, ഡെൽറ്റ ക്യൂ ടു, ഡെൽറ്റ പി ടു, നിയർലി എച്ച് സ്ക്വയർ. ഇതാണ് ഉദ്ദേശിക്കുന്നത്. Okay, now one particle in 3-dimensional discussion ആണെങ്കിൽ definitely the phase space will be 6-dimensional, right? അതുകൊണ്ട് തന്നെ വോളിയം റെപ്രസെൻറ്റിങ് എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എച്ച് ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇതിന് ഞാൻ ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നു നോക്കുക. എൻ പാർട്ടിക്കിൾ ഇൻ 3 ആണെന്ന് വയ്ക്കാം. ഡെഫിനറ്റ്ലി 3n പൊസിഷൻ കോർഡിനേറ്റ്
ആൻഡ് 3n മൊമെൻറ്റം കോർഡിനേറ്റ്സ് ആർ ദെയർ. അതുകൊണ്ട് വോളിയം റെപ്രസെൻറ്റിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് h raised to 3n ആയിരിക്കും. n പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വോളിയം റെപ്രസെൻറ്റിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് h raised to 3n ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ജനറലി നമ്മൾ ചെയ്യുന്നത് ഒമേഗയെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒമേഗ നമ്മൾ ലാസ്റ്റ് എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു, ഏരിയ ഓർ വോളിയം. അപ്പോൾ ഏരിയ 2 ഡയമെൻഷൻ വരെ വർക്ക് ആവുള്ളൂ, പിന്നെ അങ്ങോട്ട് നമ്മൾ വോളിയം എന്ന് തന്നെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ വോളിയം എൻക്ലോസ്ഡ് ബൈ ദി ട്രാജക്ടറി ബൈ വോളിയം റെപ്രസെൻറ്റിങ് എ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് volume representing a state in general, it is 1 by h raised to 3n. Suppose there are n particles which is moving in 3-dimensional space. Okay, അങ്ങനെയാണെങ്കിൽ 1 by h raised to 3n. Okay, into the volume enclosed by the trajectory in phase space വേണം. അതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇന്റഗ്രൽ, it is integral d raised to 3n cube d raised to 3n cube d raised to 3np. ഓക്കെ, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ d raised to 3n cube d raised to 3np എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, d raised to 3n cube എന്ന് പറയുമ്പോൾ സപ്പോസ് അതിൽ d raised to 3nq d raised to 3nb എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ n equal to 1 കൊടുത്തു നിൽക്കുക. അതായത് 1 പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ. അപ്പോൾ നമ്മൾ ഒമേഗ എഴുതുന്നത് 1 by h ക്യൂബ് ഇൻ്റഗ്രൽ d ക്യൂബ് b എന്നാണ്. ഈ d ക്യൂബ് b എന്ന് ഉദ്ദേശിക്കുന്നത് 1 by h ക്യൂബ് ഇൻ്റഗ്രൽ dx dy dz, അതിനെയാണ് d ക്യൂബ് q എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് dpx dpy dpz. ഓക്കെ, ഇതാണ് d raised to ആ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത വേരിയബിൾസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ d raised to 3nq d raised to 3np എന്ന് പറയുമ്പോൾ ഓരോ പാർട്ടിക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത എക്സ് കോർഡിനേറ്റിൻ്റെ ചേഞ്ച്, വൈ കോർഡിനേറ്റിൻ്റെ ചേഞ്ച്, ഇസഡ് കോർഡിനേറ്റ്, അതിൻ്റെ മൊമെൻറ്റം കോർഡിനേറ്റുകളുടെ ചേഞ്ച്. ഓക്കെ, ആ വേരിയബിൾസ് ആണ് ഓരോ പാർട്ടിക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിൻ്റെ വേരിയബിൾസ് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ n പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ എന്ന് പറയുന്നതിനെ ഒരു 6 ഡയമെൻഷണൽ സ്പേസിൽ n പോയിൻറ്റ്സുകൾ ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ആ n പോയിൻറ്റ്സുകളുടെ മൂവ്മെൻറ്റിൻ്റെ ചേഞ്ചാണ് ഈ ഇൻ്റഗ്രേഷനിലെ വേരിയബിൾസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതിന് പകരം 6n ഡയമെൻഷണൽ സ്പേസിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ബോത്ത് ആർ ഇക്വലൻ്റ് പ്രോബ്ലംസ്. Instead of considering a 6-dimensional space, we can think about a 6n dimensional space. അവിടെയും നമുക്ക് ഇതേ ഇക്വേഷൻ തന്നെയാണ്, ബട്ട് നമ്മൾ n പാർട്ടിക്കിൾസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത 3 വേരിയബിൾസ് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് ഒരു സിംഗിൾ പാർട്ടിക്കിളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത 6n വേരിയബിൾസ് എന്ന് ഡയറക്റ്റ് ഡിസ്കസ് ചെയ്തും ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ബട്ട് ഈ ഒരു ബേസിക് ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാകണം. ഒമേഗ ഈക്വൽസ് 1 by h raised to 3n ഇൻ്റഗ്രൽ d raised to 3n cube d raised to 3np. ഓക്കെ.